നെക്സ്റ്റ് ക്ലാസ് ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ അസംബ്ലി ഡ്രോയിങ് ആണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ കുറച്ച് പാർട്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അതിന് രണ്ട് ഫ്ലാഞ്ച് ഉണ്ടായിരിക്കും. ഇത് ഒരു സൈഡിലെ ഫ്ലാഞ്ച്, ഇത് അടുത്ത സൈഡിലെ ഫ്ലാഞ്ച്. ഷാഫ്റ്റ് ഉണ്ട്, കീ ഉണ്ടാവും, അതുപോലെ തന്നെ ഹെക്സാഗണൽ നട്ടും ബോൾട്ടും ഉണ്ടാവും. ഓക്കെ, നോക്കി നമ്മൾ ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ പാർട്സ് നോക്കി. ഇത് നമ്മുടെ ഷാഫ്റ്റാണ്, രണ്ട് ഷാഫ്റ്റാണ്. കപ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, മഫ് കപ്ലിംഗ്. അപ്പോൾ അതേ പർപ്പസ് തന്നെയാണ് ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റും കാണും, ഡ്രിവൺ ഷാഫ്റ്റും കാണും. അതായത് ഇതിൽ പവർ വന്ന് നിൽക്കുന്ന ഷാഫ്റ്റാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഡ്രിവൺ ഷാഫ്റ്റ് ആ പവർ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഷാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അതിൽ മഫ് കപ്ലിംഗ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഫ്ലാഞ്ച് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. രണ്ട് ഷാഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിനെയാണ് നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോർഷനെയാണ് നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലാഞ്ച് രണ്ട് സ്പ്ലിറ്റ് ടൈപ്പാണ്. അപ്പോൾ ഒരു ഷാഫ്റ്റ് നമ്മൾ ഒരു ഫ്ലാഞ്ചിൻ്റെ ഒരു സൈഡ് കണക്ട് ചെയ്യുന്നു, കീ വെച്ചിട്ട് അത് ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഷാഫ്റ്റ് ഈ ഫ്ലാഞ്ചിൽ വെച്ച് കീ വെച്ച് ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ രണ്ട് ഫ്ലാഞ്ചുകളും തമ്മിലും കൂടെ എന്ത് ചെയ്യുന്നു, നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇത് നമ്മൾ പവർ ട്രാൻസ്മിഷൻ്റെ രീതിയിൽ ഈ ഷാഫ്റ്റും ഫ്ലാഞ്ചും തമ്മിൽ ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ നോർമലി നമ്മുടെ പ്ലംബിംഗ് ജോയിൻറ്റിലൊക്കെ നമ്മൾ ഈ ടൈപ്പ് ഫ്ലാഞ്ച് ജോയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പൈപ്പിൻ്റെ ജോയിൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അവിടെ സംബന്ധിച്ചിടത്തോളം ഈ പൈപ്പും ഫ്ലാഞ്ചും എന്ന് പറയുന്നത് ഒറ്റ യൂണിറ്റാണ്, സ്പ്ലിറ്റ് യൂണിറ്റ് ആയിരിക്കില്ല. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഫ്ലാഞ്ച് നമ്മൾ ഡ്രോയിങ്ങിൽ നേരത്തെ നോക്കിയതിനകത്ത് ഈ ഫ്ലാഞ്ച് രണ്ട് സ്പ്ലിറ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഷാഫ്റ്റും ഉണ്ട്, കീയും തന്നിട്ടുണ്ട്, ഈ ഹെക്സാഗണൽ നട്ടും ബോൾട്ടും ഉണ്ട്. ഓക്കെ, ഇത് എല്ലാം കൂടി നമ്മൾ അസംബിൾ ചെയ്ത് ഇതുപോലത്തെ ഒരു വ്യൂ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഈ ഫ്ലാഞ്ചിൽ തന്നെ നമുക്ക് പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് ടൈപ്പ് ഉണ്ട്. പ്രൊട്ടക്റ്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, നമ്മുടെ ഹെക്സാഗണൽ ബോൾട്ട് വരുന്ന പ്രൊജക്ഷൻ വരുന്ന പോർഷനിൽ ഫ്ലാഞ്ച് ഒരു എക്സ്ട്രൂഡ് ചെയ്യുന്ന ഇപ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രൊജക്ഷൻ ചെയ്യുന്ന ഇപ്പോൾ ഉണ്ട്. നോക്കിയേ, അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലോത്ത്സ് പാർട്ടിക്കിളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് അൺനെസസറി ആയിട്ടുള്ള ഒരു പാർട്സും എന്ത് ചെയ്യില്ല, ഈ നട്ടിലോ ബോൾട്ടിലോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കയറി അത് ഉടക്കത്തില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് എന്ന് പറയുന്നു. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ചാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ പാർട്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഷാഫ്റ്റ് ഇടാൻ്റെ ഒരു പോർഷൻ ഇതാണ് ഒരു സൈഡിലെ ഫ്ലാഞ്ച്, അതുപോലെ ഇത് അടുത്ത സൈഡിലെ ഫ്ലാഞ്ചാണ്. ഇത് പ്രൊട്ടക്റ്റഡ് ടൈപ്പാണ്, അതുകൊണ്ടാണ് എൻഡ് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കീ ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്, ഒറ്റ കീ അല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാഞ്ചിൽ നമ്മൾ ഷാഫ്റ്റ് പകുതി ഷാഫ്റ്റ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ കീ ഇൻസേർട്ട് ചെയ്യുന്നു, ഇതുവഴി കീ ഇൻസേർട്ട് ചെയ്യുന്നു. ഈ ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലാഞ്ചിൽ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ കീ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ രണ്ട് കീ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് കീ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഡ്രോയിങ്ങിൽ നമ്മൾ കാണിച്ചിട്ടുള്ള രണ്ട് വ്യൂ ആയിട്ടാണ്. ഇത് അതിൻ്റെ ഫ്രണ്ട് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ഫ്രണ്ട് ടോപ്പ് വ്യൂ ആണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, അതാണ് ഹാച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രണ്ട് ടോപ്പ് വ്യൂ അല്ല. ഓക്കെ, അപ്പോൾ അവിടെ കീ നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ സെൻറ്ററിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, വരയ്ക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ അത് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാർട്സുകൾ. അതിനുശേഷം കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് എന്താണ്, ഹെക്സാഗണൽ നട്ടും ബോൾട്ടും അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരച്ച് കിട്ടേണ്ട അസംബിൾഡ് വ്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇതുപോലെ ഇരിക്കും നമുക്ക് ലാസ്റ്റ് വരച്ച് കിട്ടേണ്ട അസംബിൾഡ് വ്യൂ. കണ്ടോ, നോക്കിയേ, നമ്മുടെ ആ രണ്ട് ഫ്ലാഞ്ചും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലെ ഫ്ലാഞ്ച് ഇതാണ്, അതിനകത്ത് ഷാഫ്റ്റും കൊണ്ട് കീയും കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡിലെ ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ്, അതിനകത്ത് നമ്മൾ കീ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫ്ലാഞ്ച് രണ്ടും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാഫ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെക്സാഗണൽ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആവുന്നു. ടോപ്പ് ഹാഫ് സെക്ഷൻ എലിവേഷനാണ്, അതായത് ഫ്രണ്ട് വ്യൂവിൻ്റെ ടോപ്പ് മാത്രം നമ്മൾ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ സൈഡ് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണും, ഇതിൽ നമ്മുടെ സെൻറ്റർ ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് കീ കാണിക്കാൻ വേണ്ടി ഒരു കീ ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫ്ലാഞ്ചിൽ. അതിനുശേഷം നമ്മൾ ഹെക്സാഗണൽ ബോൾട്ട് ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാർട്സ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ഒരു സൈഡിലുള്ള ഫ്ലാഞ്ച്. ഓക്കെ, വൺ സൈഡിലുള്ള ഫ്ലാഞ്ച് അതാണ്. നമ്മൾ ഒരു സൈഡിലുള്ള ഫ്ലാഞ്ച് എന്ന് പറയുമ്പോൾ
ഇത്രയും പാർട്സാണ് നമ്മുടെ ഒരു സൈഡിലുള്ള ഫ്ലാഞ്ച്. ഓക്കെ, ശരിയല്ലേ? ഇത്രയുമാണ് നമ്മുടെ ഒരു സൈഡിലുള്ള ഫ്ലാഞ്ച്. നമ്മൾ ഈ ഡ്രോയിങ് വെച്ചിട്ട് ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷാഫ്റ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അവിടുത്തെ ഷാഫ്റ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഷാഫ്റ്റിനെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഷാഫ്റ്റ് നമ്മളവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഈ സൈഡിലുള്ള ഫ്ലാഞ്ച് വരച്ചു, അതിനുശേഷം ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്തു. ഇനി എന്താ വേണ്ടത്? കീ ഇൻസേർട്ട് ചെയ്യുകയാണ് അല്ലേ? കീ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഈ ഓപ്പണിംഗ് പോർഷനിൽ നിന്നാണ് നമ്മൾ കീ ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓപ്പണിംഗ് പോർഷനിൽ നമ്മൾ കീ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ കീയും ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫ്ലാഞ്ചും ഷാഫ്റ്റും കീയും കൂടെ ആയപ്പോൾ തന്നെ ഷാഫ്റ്റും ഈ ഫ്ലാഞ്ചുമായിട്ട് ലോക്കായി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇപ്പുറ സൈഡിലെ അടുത്ത ഫ്ലാഞ്ച് എടുക്കുകയാണ്. ഓക്കെ, അടുത്ത ഫ്ലാഞ്ച് എടുക്കുകയാണ്. നമ്മൾ അടുത്ത ഫ്ലാഞ്ചായി കഴിഞ്ഞു. അപ്പോൾ ഈ ഫ്ലാഞ്ചിൽ നമ്മൾ ഇനി എന്തുണ്ട്? ഇവിടെയും ഷാഫ്റ്റ് കണക്ട് ചെയ്യണം. നമ്മൾ അവിടെയും ഷാഫ്റ്റ് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഷാഫ്റ്റ് അവിടെ കണക്ട് ചെയ്തു. ദെൻ ഇതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? കീ ഇൻസേർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ ഇവിടെ കീ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണ് നമ്മൾ കീ ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ അവിടെയും കീ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, കീയും ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ പാർട്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇപ്പോൾ കീ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു സൈഡിലെ ഫ്ലാഞ്ചിൽ നമ്മൾ പാർട്സ് ഷാഫ്റ്റും കീയും ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സൈഡിലെ ഫ്ലാഞ്ചിലും നമ്മൾ ഷാഫ്റ്റും അവിടുത്തെ കീയും ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി അതിനുശേഷം ഈ ഒരു പ്രൊജക്ഷൻ കണ്ടോ? ഈ സൈഡിലെ ഫ്ലാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് മെയിൽ പാർട്ടും ഈ സൈഡിലെ ഫ്ലാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഫീമെയിൽ പാർട്ടുമാണ്. നമ്മൾ ഡ്രോയിങ്ങിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ? ഇത് മെയിൽ പാർട്ടുള്ള ഫ്ലാഞ്ചാണ്, ഇത് ഫീമെയിൽ പാർട്ടുള്ള ഫ്ലാഞ്ച്. ഇത് സെൻട്രലി പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് രണ്ടും ആയി കഴിഞ്ഞതിന് ശേഷം ഇതിന് രണ്ടിനും എന്ത് ചെയ്യുന്നു? കറക്റ്റ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ദേ നോക്കിയേ, ഈ ഫ്ലാഞ്ച് രണ്ടും കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഇത് അലൈൻ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഈ രണ്ട് ഫ്ലാഞ്ചിനെയും കൂടെ നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹെക്സഗണൽ നട്ടും ബോൾട്ടും വെച്ചുള്ള അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മളത് വെച്ച് ടൈറ്റ് ചെയ്യുന്നു. നോക്കിയേ, നമ്മൾ ഹെക്സഗണൽ നട്ടും ബോൾട്ടും വെച്ച് നമ്മൾ ഇവിടെയും വെച്ച് ടൈറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെയും വെച്ച് ടൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായി? നമ്മുടെ ഫ്ലാഞ്ച് ഫുള്ളി ലോക്കായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനി ഡ്രൈവിംഗ് ഷാഫ്റ്റാണ്. അപ്പോൾ ഇവിടെ പവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റിനെയും കൊണ്ട് ഒത്ത് റൊട്ടേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് ടൈപ്പാണ് നമ്മൾ പറഞ്ഞു. പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആയതുകൊണ്ടാണ് ഈ പോർഷൻ കണ്ടോ, ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ടാണ് ഈ പോർഷൻ ഇങ്ങനെ നിൽക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്ത് അല്ലേ? അപ്പോൾ നട്ടും ബോൾട്ടും എല്ലാം ഇതിനകത്ത് നിൽക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ 158, 212, 110 തുടങ്ങിയ മെഷർമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് നമ്മൾ സ്കെയിലിൽ വരയ്ക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സ്കെയിൽ ചെയ്ത് വരയ്ക്കുന്നു അല്ലേ? നമ്മൾ 1:2 റേഷ്യോയിൽ സ്കെയിൽ ചെയ്ത് വരയ്ക്കുന്നു. സ്കെയിലിംഗ് എന്താണ് നമ്മൾ നോക്കിയതാണ്. എന്താണ്? നമ്മളിപ്പോൾ 80 എന്ന് പറയുന്ന മെഷർമെൻറ്റിനെ നമ്മൾ 40 ആക്കി വരയ്ക്കുന്നു. 110 എന്ന് പറയുന്ന മെഷർമെൻറ്റിനെ നമ്മൾ എത്രയാണ്? 55 ആക്കി വരയ്ക്കുന്നു. അപ്പോൾ തുടങ്ങിയതിനെയാണ് നമ്മൾ സ്കെയിൽ ചെയ്ത് വരയ്ക്കുന്നത്. 1:2 റേഷ്യോയിൽ വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ മെഷർമെൻറ്റ്സുകളെല്ലാം തന്നെ എന്ത് ചെയ്യും? നമ്മൾ സ്കെയിൽ ചെയ്ത് കൺവെർട്ട് ചെയ്തൊരു ഡേറ്റ ആക്കി വെക്കുക. ഇതുപോലെ നമ്മൾ കൺവെർട്ട് ചെയ്തൊരു ഡേറ്റ ആക്കി വെക്കുക. നോക്കിയേ, അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ വരില്ല, പെട്ടെന്ന് വരച്ച് പോവാം. ഇപ്പോൾ നമ്മൾ ഈ 58 mm നമ്മൾ എത്ര ആക്കി മാറ്റിയിരിക്കുകയാണ്? 29 mm ആയി. അതിൻ്റെ പകുതി 29 mm ആണ്. വീണ്ടും അതിൻ്റെ പകുതി എടുത്തതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ വരച്ചതിന് ശേഷം പകുതി അങ്ങോട്ട്, അതായത് 14.5 അങ്ങോട്ടും 14.5 ഇങ്ങോട്ടും എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയാണ് വീണ്ടും പകുതിയാക്കി എടുത്തത്. അപ്പോൾ ഇതുപോലൊരു ഡേറ്റ നിങ്ങൾ കീപ്പ് ചെയ്യുക വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് വരച്ച് പോകാം, എളുപ്പമാണ്. ഓക്കെ, നമ്മൾ സെൻട്രൽ ലൈൻ വരച്ച് കഴിഞ്ഞു ഷാഫ്റ്റിൻ്റെ. അതിനുശേഷം സെൻട്രലിൽ നിന്ന് 58 mm ആണ്. 58 എന്ന് പറയുമ്പോൾ 29, 29ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 14.5 അങ്ങോട്ടും 14.5 ഇങ്ങോട്ടും എടുത്ത് ഷാഫ്റ്റ് വരച്ചിടുക. ഷാഫ്റ്റ് വരച്ചു. നമ്മളിപ്പോൾ ഷാഫ്റ്റ് ഒത്തങ്ങ് വരച്ചാണ്, പക്ഷേ ഷാഫ്റ്റ് രണ്ടാണ്. നമുക്കൊരു സെൻട്രലിൽ ഒരു പാർട്ടീഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെൻട്രലിൽ നമുക്ക് ഷാഫ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. രണ്ട് ഷാഫ്റ്റാണ്. ഓക്കെ, അങ്ങനെ നിൽക്കട്ടെ. ഇനി അതിനുശേഷം നോക്കിയേ, ഈ മെഷർമെൻറ്റ് നോക്കിയേ, ഈ പ്രൊജക്ഷൻ വന്നിരിക്കുന്ന മെഷർമെൻറ്റ് നോക്കിയേ, 92 ആണല്ലേ? 92ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 46, 46ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 23. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വെച്ചിട്ട്
23 വൺ സൈഡിലേക്കും അടുത്ത സൈഡിലേക്ക് 23 മാർക്ക് ചെയ്യുക. 23യും അതുപോലെ തന്നെ ഇവിടെ എത്രയാണ് 46ഉം മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അതിനുശേഷം ഇത് എത്രയാണ് 4 mm ആണല്ലേ. ഈ പ്രൊജക്ഷൻ 4 mm ആണ്. 4 mm എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയായിട്ട് എടുക്കുക 2 mm പ്രൊജക്ഷനായിട്ട് എടുക്കുക. നമ്മളെല്ലാം 1:2 റേഷ്യോയിലല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 2 mm പ്രൊജക്ഷനായിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത്? ഈ പോർഷനിൽ വന്നതിന് ശേഷം പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതുവരെ പോവുകയാണല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി 212 ആണ്. അതായത് 212ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 106, 106ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 53 എടുക്കുക. ഇവിടെ നിന്ന് എത്ര എടുക്കുക 53 എടുക്കുക. ഓക്കെ, 53 എടുക്കുക. അപ്പോൾ ഇവിടെ എത്ര വരും 53. ഈ പോർഷനിൽ എത്ര മാർക്ക് ചെയ്യണം 106 മാർക്ക് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷനായി കഴിഞ്ഞു. ഇനി ഇത് നോക്കിയേ, ഇത് മുതൽ ഇതുവരെ 22ഉം പിന്നെ ടോട്ടലും. അപ്പോൾ ഇത് മൊത്തത്തിൽ എത്ര വന്നിട്ടുണ്ട് 42 എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ 42ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ് 21 ആണ്. അപ്പോൾ നമ്മൾ 21 മാർക്ക് ചെയ്യുന്നു. ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ ഓക്കെ ഇനി നോക്കിയേ, ഇതെന്ന് പറയുന്നത് എത്രയാണ് 5 mm ആണല്ലേ. അപ്പോൾ 5 mm എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മാർക്ക് ചെയ്യണം 2.5 മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ നമ്മൾ 2.5 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഈ 2 ലൈനാണ് മഫിന് അല്ല നമ്മുടെ ഫ്ലാഞ്ചിന് 2 ഡയമീറ്റർ ഉണ്ട്. ഒന്ന് ഈ ഡയമീറ്ററും ഒന്ന് ഈ ഡയമീറ്ററും അല്ലേ. ഈ ഡയമീറ്റർ മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് നോക്കി, ഇത് മുതൽ ഇതുവരെ നമുക്ക് 110 എന്ന് പറയുന്നുണ്ട്. അതായത് 110ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 55, 55ൻ്റെ പകുതി 27 അല്ലേ. ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് 27 നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, 27. ഇപ്പോൾ ഇവിടെ എത്ര മാർക്ക് ചെയ്യുക 55 മാർക്ക് ചെയ്യുക. ഇനി നോക്കിയേ, ഇത് മുതൽ ഇതുവരെയാണ് 80 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് മുതൽ എത്ര എടുക്കുക 80ൻ്റെ പകുതിയായിട്ടുള്ള 40 മാർക്ക് ചെയ്യുക. ശരിയല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത് ഏതുവരെ വരുന്നു, ഇത് ഏതുവരെ വരുന്നു, ഇവിടെ നിന്ന് 22 മാറിയാണ്. 22 എന്ന് പറയുമ്പോൾ എത്രയാണ് 11 മാറി എടുക്കണം അല്ലേ. 11 മാറി. മുകളിലും അതുപോലെ തന്നെ താഴെയും അതുപോലെ തന്നെ 11 മാറി. ഓക്കെ, മനസ്സിലായോ? ഇത്രയും പോർഷൻ മനസ്സിലായോ? ഇത്ര ആയി കഴിഞ്ഞല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, നമ്മുടെ ഷാഫ്റ്റിനെ ഇവിടെ ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഷാഫ്റ്റിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ഇനി എന്താ വേണ്ടത്, കീ കൊടുക്കുക അല്ലേ. കീ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ അസംബിൾഡ് വ്യൂ നോക്കിയേ, നമ്മൾ പറഞ്ഞു 2 കീയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന കീയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നോക്കിയേ, കണ്ടോ, 3 mm ഹൈറ്റ്, 6 mm വിഡ്ത്ത്. ഇവിടെ ഇരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 mm ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 mm ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ 3 mmൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്യുക അല്ലേ. 3 mmൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1.5 അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ കീ തുടങ്ങിയാണ്. കീയുടെ ഡയമെൻഷൻ നമുക്കിവിടെ ഉണ്ട്. കീയുടെ ഡയമെൻഷൻ എത്രയാണ് 85 ആണ്. അപ്പോൾ 85ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ് 42.5 അല്ലേ. 42.5 നമുക്ക് ഇതുവരെയാണ് കീ മാർക്ക് ചെയ്യേണ്ടത്. നമ്മളവിടെ കീ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷനായി കഴിഞ്ഞു. ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത്, ഇനി ഈ സൈഡിലുള്ള ഫ്ലാഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. ഈ സൈഡിലുള്ള ഫ്ലാഞ്ച് മാർക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഇതേപോലെ മെഷർമെൻ്റ് എടുത്ത പോലെ തന്നെ ഇവിടെ ഈ സൈഡിൽ മാർക്ക് ചെയ്യുക. അതായത് ഇത് എത്രയാണ് ഡിസ്റ്റൻസ് അതിങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ ഇത് എത്രയാണ് ഡിസ്റ്റൻസ് അതിങ്ങോട്ട് മാർക്ക് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അത് നമുക്ക് വരയ്ക്കാം. ഓക്കെ, നമ്മൾ ഈ സൈഡും അതുപോലെ ഇപ്പുറത്ത് വരച്ച പോലെ തന്നെയാണ് ഈ സൈഡ് മാർക്ക് ചെയ്തത്. ഇനി നമ്മളിവിടെ ഒരു കീ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. കീ 6 mm ആണ് നമ്മൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ 3 mm, അതായത്
1.5 മുകളിലേക്കും ഒരു 1.5 താഴേക്കും എടുത്തിട്ട് അതും എത്ര വരുന്നുണ്ട്? 85 ആണ്. 85ൻ്റെ പകുതി നമ്മൾ നോക്കിയതാണ്. 85ൻ്റെ പകുതി എത്രയാണ്? 42.5 ആണ്. 42.5 എടുക്കുക. ഇതെല്ലാം നമ്മൾ ഡോട്ടഡ് ആണ് വരയ്ക്കുന്നത്. കാര്യം നമ്മൾ ഫ്രണ്ട് ഹാഫ് സെക്ഷണൽ വ്യൂ മാത്രമേ നമ്മൾ എന്ത് ചെയ്തോളൂ, വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഡോട്ടഡ് ലൈനാണ് മാർക്ക് ചെയ്തത്. നോക്കിയേ, നമ്മുടെ ആൻസർ ഫിഗർ നോക്കിയേ. ആൻസർ ഫിഗറിൽ ഇത്രയും പോർഷൻ ബാക്കി ഇത്രയും ആയിക്കഴിഞ്ഞു. ഇനി എന്താണ് വരേണ്ടത്? ഹാച്ചെല്ലാം നമുക്ക് ചെയ്യാം. ഇനി നോക്കിയേ, ഇനി ഈ രണ്ട് സെൻട്രൽ ലൈൻ നമുക്ക് മാർക്ക് ചെയ്യണ്ടേ? സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്ത് ഹെക്സഗണൽ ബോൾട്ടിൻ നട്ടും വരയ്ക്കുക. ഓക്കെ, അതാണ് ഇനി വരയ്ക്കേണ്ടത്. ഇവിടെ നോക്കിയേ, സെൻട്രൽ ലൈനിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 158 ആണല്ലേ, ഇതും തമ്മിൽ. 158ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 79 ആണ്. 79 39 അര എടുക്കുക അല്ലേ. ഈ സെൻട്രൽ നിന്ന് 39 അര എടുക്കുക. 39 അര എടുക്കുമ്പോൾ നമുക്ക് രണ്ടിൻ്റെയും 39 അരയും അതുപോലെ തന്നെ ഇവിടെ 79 മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെൻട്രൽ ലൈൻ കിട്ടും. ഹെക്സഗണൽ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും വരയ്ക്കാൻ നമ്മളൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തു. ഓക്കെ, രണ്ടിടത്തും നമ്മൾ സെൻട്രൽ ലൈൻ മാർക്ക്. ഓക്കെ, ഇനി ആ ഹെക്സഗണൽ നട്ടിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? M16 എന്ന് പറയുന്നുണ്ട്. M16 എന്ന് പറയുമ്പോൾ മേജർ ഡയമീറ്റർ 16 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പോൾ 4 മുകളിലേക്കും 4 താഴേക്കും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇത്ര എന്തായാലും ബോൾട്ട് ഇടാൻ വേണ്ടിയുള്ള ഓപ്പണിംഗ് ഹോളാണല്ലേ. അതുപോലെ താഴെയും അതുപോലെ മാർക്ക് ചെയ്യുക. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഹെക്സഗണൽ ബോൾട്ടിൻ നട്ടും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ഹെക്സഗണൽ നട്ട് ബോൾട്ടൊക്കെ വരയ്ക്കുന്നതെന്ന്. നമുക്കൊന്നുകൂടെ നോക്കാം. ഇതിൻ്റെത് ഇവിടെ D ആണെന്നുണ്ടെങ്കിൽ 16 ആണെന്നുണ്ടെങ്കിൽ ഇത് 16 ആയിരിക്കും. അതായത് ഇത് D ആണെന്നുണ്ടെങ്കിൽ ഇതും D തന്നെ ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2D ആയിരിക്കും. 2D എന്ന് പറയുമ്പോൾ 16ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 32 ആണ്. 32ൻ്റെ പകുതി 16 എടുക്കുക അല്ലേ, നമ്മൾ 1:2 വരയ്ക്കുമ്പോൾ. അപ്പോൾ ഇങ്ങോട്ട് 8 മാർക്ക് ചെയ്യുക, ഇവിടെ 16 മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ അതിന് ശേഷം അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 16 ആണ്. അതായത് നമ്മൾ 1:2 വരയ്ക്കുമ്പോൾ 80 തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യുക? മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. നമ്മൾ സ്മൂത്തായിട്ടൊരു കർവ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഹെക്സഗണൽ നട്ടിൻ്റെ ബോൾട്ടിൻ്റെ. ഇനി എന്താ ഇവിടെ വരയ്ക്കേണ്ടത്? നട്ടാണ് വരയ്ക്കേണ്ടത് അല്ലേ. നട്ടിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് ഈ പോയിന്റിൽ നിന്ന് ഇതുവരെ അല്ലേ. അപ്പോൾ ടോട്ടലി നോക്കിയേ, ഇവിടെ നിന്ന് ഇനി ഈ പോയിന്റ് വരെ എത്രയാണ്? 62 ആണ്. അപ്പോൾ 62 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എടുക്കുക? 31 എടുക്കുക. ഓക്കെ, 31 എടുക്കുക. ദെൻ അതിന് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഇതുവരെ എത്രയാണ്? 20 മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര മാർക്ക് ചെയ്യുക? 10 മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിവിടെ വരയ്ക്കേണ്ടത് എത്രയാണ്? 16 തന്നെയാണ്. നെറ്റിൻ്റെ 16 തന്നെയാണ്. അതായത് നമ്മൾ 8 മാർക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ സെൻട്രൽ ലൈനിൽ നിന്ന് എത്ര മാർക്ക് ചെയ്യുക? 8 മുകളിലേക്കും 8 താഴേക്കും മാർക്ക് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഇത് നട്ടാണ്. അപ്പോൾ നമ്മളിതാ ഈ രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ മുകളിൽ നട്ടും ബോൾട്ടും വരച്ച് കഴിഞ്ഞു ഹെക്സഗണൽ. ഇനി അതുപോലെ താഴെ മാർക്ക് ചെയ്യുക. താഴെ നമ്മൾ ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യുക ഇതുപോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെയുള്ളത് കംപ്ലീറ്റഡ് ആണ്. ഇനി എന്താ വർക്ക് ചെയ്യേണ്ടത്? ഇനി ഇതിൻ്റെ സൈഡ് വ്യൂ ആണ് മാർക്ക് ചെയ്യേണ്ടത്. സൈഡ് വ്യൂ മാർക്ക് ചെയ്യാനായിട്ട് സിമ്പിളാണ്. നമ്മൾ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്ത് സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മുടെ ഫ്ലാഞ്ചിൻ്റെ 2 ഡയമീറ്റർ 2 സർക്കിൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ
ഈ ബോൾട്ടിൻ്റെ സെൻട്രൽ ലൈനായിട്ടുള്ള ഈ സെൻട്രൽ സർക്കിൾ മാർക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് നമ്മൾ ഇത് നോക്കിയാൽ ഈ പ്രൊജക്ഷൻ കൊടുത്തില്ലായിരുന്നോ, അതിൻ്റെ 2 സർക്കിളാണിത്. ഓക്കെ, അത്രയും നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ സെൻറ്റർ പോയിൻ്റ് എടുത്തുകൊണ്ട് ഇതൊരു 5.3 എടുത്തു ഔട്ടർ സർക്കിൾ, തൊട്ട് താഴത്തെ 2.5 mm കുറച്ചും എടുത്തു. ഓക്കെ, നമ്മൾ ഷാഫ്റ്റ് മാർക്ക് ചെയ്തു. പിന്നെ ഇത് എത്രയാണ്? നമ്മുടെ ഫ്ലാഞ്ചിൻ്റെ ഈ ഡയമീറ്ററാണ് 27.5 എടുത്ത് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ സെൻട്രൽ ലൈനുകളാണ് ബോൾട്ടിൻ്റെ, അത് നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുന്നു. അത് എത്രയാണ് നമ്മളെടുത്ത് 39.5 എടുത്ത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ 2 ഫ്ലാഞ്ച് ഹാച്ച് ചെയ്യുക. ഓക്കെ, ഈ ഫ്ലാഞ്ചിനെ നമ്മൾ ഈ ഡയറക്ഷനിൽ ഹാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാഞ്ചിനെ നമ്മൾ തിരിച്ച് ഡയറക്ഷനിൽ ഹാച്ച് ചെയ്യുക. ഓക്കെ, നമ്മളിതുപോലെ ഹാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ 4 ഹോൾ വരയ്ക്കുക. 4 ഹോളിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 mm എടുത്തുകൊണ്ട് വരയ്ക്കുക അല്ലേ. ടോട്ടലി 8 mm 16 ആയിരുന്നു. അതിൻ്റെ 1:2 റേഷ്യോയിൽ വരയ്ക്കുക. ഓക്കെ, ഇത്ര ആയിക്കഴിഞ്ഞു. ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത്? ഇനി ഇതുപോലെ നമ്മൾ ആ ഹെക്സാണൽ ബോൾട്ടിൻ്റെ ഹെഡ് കൂടി മാർക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റഡ് ആവും. അതിനുശേഷം കീ കൂടെ മാർക്ക് ചെയ്യുക. ഓക്കെ, കീ ഡയമെൻഷൻ നോക്കി, ഇത് 3ഉം 6ഉം ആണ്. അപ്പോൾ നമ്മൾ പാതി എടുക്കുക. ഇത് 3ഉം ഇത് 1.5 ആയിട്ട് എടുക്കുക. ഇവിടെ 1.5ഉം ഇത് 3ഉം ആയിട്ട് എടുത്ത് 2 കീയും മാർക്ക് ചെയ്യുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഹെക്സഗണും മാർക്ക് ചെയ്യുക. ഹെക്സഗൺ നിങ്ങളൊരു സൈഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഹെക്സഗൺ നമ്മൾ വരച്ചിട്ടുണ്ട്. റൗണ്ടിൻ്റെ ഒരു സർക്കിളിൻ്റെ പുറത്ത് ഹെക്സഗൺ വരയ്ക്കുന്നത് എങ്ങനെയാണ് ആ രീതിക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ അസംബ്ലി ഓഫ് എ ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. ഓക്കെ, ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡയമെൻഷൻസും കൊടുക്കുക. ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് ഫിഗർ. നമ്മൾ അസംബിൾ ചെയ്ത് വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വരണം. ഓക്കെ, നമ്മളതുപോലെ തന്നെ വരച്ചിട്ടുണ്ട്. ഇനി ഡയമെൻഷൻസ് കൂടെ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആവും. ഓക്കെ.